നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സഞ്ജു സാംസണിന് 3 സെഞ്ചുറികൾ എടുക്കാമായിരുന്നു. പക്ഷേ അത് വേൾഡ് കപ്പിൽ അതിന് മുതിർന്നില്ല. 2 തവണ 89 ഔട്ടായി. സഞ്ജു അങ്ങനെ കളിച്ചത് കൊണ്ടാണ് ശിവൻ ദ്യൂബയ്ക്ക് വെടിക്കെട്ട് നടത്താൻ പറ്റിയത്. അതാണ് സഞ്ജുവിൻ്റെ ഇന്നിങ്സിൻ്റെ പ്രാധാന്യം. പിന്നെ ദ്യൂബെ ഒരു അണ്ടർ റേറ്റഡ് സ്റ്റാറാണ്. ഇത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ നിരീക്ഷണമാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ദേവേന്ദ്ര പാണ്ഡെയോട് സംസാരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. സഞ്ജുവിൻ്റെ ഇന്നിങ്സിൻ്റെ പ്രാധാന്യമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. സഞ്ജു 97, 89, 89 ഇങ്ങനെയുള്ള സ്കോറുകൾ ബിഗ് ഗെയിമുകളിൽ അടിച്ചു. അവന് വേണമെങ്കിൽ ഈസിലി അവന് ഈ 3 ഗെയിമുകളിലും സെഞ്ചുറി അടിക്കാമായിരുന്നു. പക്ഷേ അവനത് ചെയ്തില്ല. കാരണം അവൻ അത്രയും ഫാസ്റ്റായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 89 നിന്ന് സെഞ്ചുറിയിലേക്ക് പോകാൻ 10 പന്തുകൾ അവൻ എടുക്കുകയാണെങ്കിൽ, അതായത് അവന് 3-4 പന്തുകൾ കൊണ്ട് അത് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവൻ അപ്പോൾ അടിക്കാൻ ശ്രമിക്കുന്നത്. അതിന് പകരം അവൻ അവിടെ 10 പന്തുകൾ എടുക്കുകയാണെങ്കിൽ അടുത്ത് വരുന്ന ബാറ്ററിൽ നിന്ന് 6 ബോളുകൾ സ്റ്റീൽ ചെയ്യുന്ന പോലെ ആയിരിക്കും അത്. നോക്കുക, ഡ്യൂബെ വന്നിട്ട് 6 ബോളിൽ 28, 8 ബോളിൽ 26 ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആവുന്നത് സഞ്ജു അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി ചേസ് ചെയ്യാത്തത് കൊണ്ടാണ്. സൂര്യകുമാർ യാദവ് കൃത്യമായിട്ട് പറയുന്നു. അത് തന്നെയാണ് അതിലെ കാര്യം. സഞ്ജു സെഞ്ചുറിക്ക് വേണ്ടിയിട്ട് അവസാനം ഒരു 10 ബോൾ കൂടി അങ്ങ് എടുത്തിരുന്നെങ്കിൽ പിന്നാലെ വരുന്ന ആൾക്ക് ആ ബോൾ മിസ്സാവും. അതേസമയം സഞ്ജുവിന് വേണമെങ്കിൽ 3-4 പന്തുകൾ കൊണ്ട് സെഞ്ചുറിയിലേക്ക് പോകാനും പറ്റും. അപ്പോൾ സഞ്ജു ആ റൂട്ടാണ് എടുത്തത്. അതിൽ ഔട്ടായി, അതൊക്കെ. കാരണം ഇപ്പോൾ നമ്മുടെ ഗൗതം ഗംഭീറിൻ്റെ പുതിയ പോളിസി അനുസരിച്ചിട്ട് ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോണുകൾ ഇനി സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ടീമിൻ്റെ കിരീടങ്ങളാണ്, ട്രോഫീസാണ് ഇനി സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ പോളിസിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ദ്യൂബയുടെ ഈ കിടിലൻ പ്രകടനത്തിന് പിന്നിൽ സഞ്ജുവിൻ്റെ ഈ സാക്രിഫൈസ് കൂടിയുണ്ട്. ഇനി ദ്യൂബയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, പലരും ഓർക്കാത്തൊരു കാര്യമുണ്ട്. 2024 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ദ്യൂബെ 15 പന്തുകളിൽ നിന്ന് 27 റൺസ് അടിച്ചിരുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷനാണ്. അതിനുശേഷം ആ പ്രകടനമൊക്കെ വെച്ചുകൊണ്ട് ഗൗതി ഭായി, അതുപോലെ അജിത് ഭായി ഒക്കെ എന്നോട് പറഞ്ഞു, ഈ പ്ലെയറെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഡിഫറെൻറ്റ് പൊസിഷനുകളിൽ അവിടെയൊക്കെ അവൻ എങ്ങനെ കളിക്കുന്നു നമ്മൾ നോക്കണം. അപ്പോൾ നോക്കുക, നിങ്ങൾ 4-ാം നമ്പർ മുതൽ 7-ാം നമ്പർ വരെയുള്ള ഈ എല്ലാ പൊസിഷനിലും അവൻ ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ റോള് വളരെ സിമ്പിളാണ്. അവൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അവൻ ബൗൾ ചെയ്യുമ്പോൾ കുറച്ച് ഓവറുകൾ അവൻ എറിഞ്ഞ് അങ്ങ് കവർ ചെയ്ത് പോവുക. ഇതാണ് അവൻ്റെ റോൾ. അത് അവന് റോൾ ക്ലാരിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ഹി വാസ് അനദർ അണ്ടർ റേറ്റഡ് പ്ലെയർ ഇൻ ദിസ് ടൂർണമെൻറ്റ്. ഈ ടൂർണമെൻറ്റിലെ മറ്റൊരു അണ്ടർ റേറ്റഡ് പ്ലെയറാണ് ശിവൻ ദ്യൂബെ എന്നുകൂടി സൂര്യകുമാർ യാദവ് പറഞ്ഞു വെക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു ടീം വർക്കിൽ പൂത്ത വിജയമാണ്. ഓരോ പ്ലെയർക്കും കൃത്യമായിട്ട് എന്ത് റോളാണ് ചെയ്യേണ്ടതെന്നുള്ള റോൾ ക്ലാരിറ്റി കൊടുത്തു. അവർ ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോണിന് പ്രാധാന്യം കൊടുക്കാതെ ആ ജോബ് അങ്ങ് ചെയ്തു. അവിടെയാണ് ഈ കിരീടം വന്നിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നത്. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.